ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാൻഡ്രഫിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡാൻഡ്രഫ് വരാനുള്ള കാരണം എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്താണ്, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഡാൻഡ്രഫ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്കാൽപ്പിൽ നിന്നും ഇളകി വരുന്ന ഡെഡ് സെൽസ്, അതിനെയാണ് നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. നോർമലി ഡാൻഡ്രഫ് വൈറ്റിഷ് പൗഡർ ആ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ചില കേസസിൽ വൈറ്റിഷ് എന്നുള്ളത് ഒരു യെല്ലോയിഷ് കളറായിട്ട് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഈ പൗഡറിന് പകരം കുറച്ചുകൂടെ കൂടി കഴിഞ്ഞാൽ ചിലരിൽ നമുക്ക് കാണാൻ പറ്റും ഫ്ലേക്സ് ആയിട്ടും വരാറുണ്ട്. പിന്നെ ഈ ഡാൻഡ്രഫ് ഉള്ളവർ പൊതുവെ കംപ്ലൈന്റ് ചെയ്യുന്നതാണ് നല്ല ചൊറിച്ചിലുണ്ട് അല്ലെങ്കിൽ നല്ല ഇച്ചിങ് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചില ഏരിയാസിൽ ഒരു റെഡിഷ് കളർ എറിത്മയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡാൻഡ്രഫ് നമ്മുടെ പോസ്റ്റ് ഓറിക്കുലർ റീജിയൻസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഐബ്രോസിലേക്കും ബിയേർഡിലേക്കും, പ്രത്യേകിച്ച് ആണുങ്ങളിൽ മെയിൽസിൽ കാണാൻ സാധിക്കും. ബിയേർഡിലും ചെസ്റ്റിലും ഒക്കെ ഈ പറയുന്ന ഡാൻഡ്രഫ് നല്ല രീതിയിൽ സ്പ്രെഡ് ആവും. അതുപോലെ തന്നെ ജനിച്ച മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ വരെ തലയിൽ നമുക്ക് ഫ്ലേക്സ് രൂപത്തിൽ കാണാനായിട്ട് പറ്റും. അത് പക്ഷേ നമ്മൾ നോർമലി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ തന്നെ അതങ്ങ് പോകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഉമ്മമാർക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം നമ്മൾ വളർന്നു കഴിയുമ്പോൾ, അതായത് ഒരു 13-14 വയസ്സ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് ഒരു ഡാൻഡ്രഫ് രൂപത്തിൽ നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. അത് ചിലവരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗഡർ രൂപത്തിലായിരിക്കാം, മറ്റു ചിലർക്ക് അത് ഫ്ലേക്സ് രൂപത്തിലായിട്ടും വരാനായിട്ട് പറ്റും. പിന്നെ ചിലവര് ഇതിനെ ആ ഒരു കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലരും ഇവിടെ ഒന്ന് പറയലുണ്ട്. അതായത് എനിക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ട്, അപ്പോൾ മുടി ഞാൻ ട്രിം ചെയ്തു എന്നുള്ളത്. അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ മുടി ട്രിം ചെയ്തു അല്ലെങ്കിൽ തലമുടി മുട്ടയടിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഡാൻഡ്രഫ് ഇവിടെ കുറയുന്നില്ല. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി പോകുന്ന ആ ഒരു സമയത്ത് ഇവർ നല്ല രീതിയിൽ സൂക്ഷിക്കും. അതായത് എപ്പോഴും തലകൂട്ടി നല്ല വൃത്തിയായിട്ട് വെക്കും. അപ്പോൾ ഡാൻഡ്രഫ് കുറയുമായിരിക്കും. പക്ഷെ മുടി തിരിച്ച് വളർന്നു വരുമ്പോൾ തിരിച്ച് ഡാൻഡ്രഫ് അവിടെ പിന്നെയും വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പൊ അതുകൊണ്ട് ഡാൻഡ്രഫ് ഉണ്ട് എന്ന് വെച്ചിട്ട് ആരും അതിന് വേണ്ടിയിട്ട് പോയി തലമുടി മുട്ടയടിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നോർമലി ഡ്രൈ സ്കിൻ ഉള്ളവരിൽ, അതായത് നമ്മുടെ ഹാൻഡ്സിലും ലഗ്സിലും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻസ്, അതായത് എസ്കീമ, സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സോറിയാസിസ് അങ്ങനെ എന്തെങ്കിലും ഉള്ളവരിൽ ഉറപ്പായിട്ടും അവരിൽ ഡാൻഡ്രഫ് വരാനായിട്ടുള്ള, അതായത് സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി എന്താണേലും കാണിക്കും. പിന്നെ ഹെയർ കോംബ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമ്മുടെ ഷോൾഡറിലൊക്കെ ആണെങ്കിലും നമ്മൾ ഹെയർ കോംബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൗഡർ രൂപത്തിൽ ഇങ്ങനെ വീഴുന്നത് ശ്രദ്ധയിൽ പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ആദ്യം തന്നെ നമ്മൾ അത് നോർമൽ ഡാൻഡ്രഫ് ആണോ അതോ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നോർമലി സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്ക് ചെവി അല്ലെങ്കിൽ കണ്ണ് ഈ ഭാഗങ്ങൾ നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ഇതിന്റെ ഈ സ്റ്റഫൈലോകോക്കസ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് ആണ് നമ്മുടെ ഡാൻഡ്രഫിനെ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക, അതായത് ഡാൻഡ്രഫ് ആണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ് ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് നിങ്ങളുടെ സ്കാൽപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ വന്നത് എന്നുള്ളതിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡയഗ്നോസിസ് അവിടെ ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അതിനുശേഷം മാത്രം നിങ്ങൾ പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് പോകണം. തലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, അതായത് ഈ ഡാൻഡ്രഫോ സെബോറിക് ഡെർമറ്റൈറ്റിസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ എഫക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലെ ഹെയർ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. പ്രത്യേകിച്ച് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ, അത് ഉപ്പയുടെയോ ഉമ്മയുടെയോ ഒക്കെ ഫാമിലിയിൽ ബാൾഡിന്റെ ഒരു ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ഏരിയയിൽ നമുക്ക് ചിലപ്പോൾ മുടി പോയി എന്ന് വരാം. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ ഉപ്പയുടെ ഒക്കെ ആ ഒരു കാലത്ത്, അതായത് 50-60 ഏജസിൽ അവർ കഷണ്ടി ആയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ഡിസീസ് ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ചിലപ്പോൾ നമുക്കതൊരു 20s-ലോ 30s-ലോ കണ്ടു എന്ന് വരാം. അപ്പൊ അതുകൊണ്ടിട്ട്
ഉറപ്പായിട്ടും ഇങ്ങനൊരു ഇത് നമ്മൾ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രോപ്പർ ഡയഗ്നോസിസ് വളരെ അത്യാവശ്യമാണ്. വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മെയിൻ കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽസ് ധാരാളം തലയിൽ യൂസ് ചെയ്യുന്നവർ, അതായത് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുക അല്ലെങ്കിൽ കളറിങ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ടും നമ്മുടെ സ്കാൽപ്പിനെ എഫക്ട് ചെയ്യും, നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാവാം. പിന്നെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരുന്ന, അതായത് ധാരാളം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ വെള്ളം, ഒരു ദിവസം ഒരു 10 ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഒരു 3 ലിറ്റർ ഓഫ് വാട്ടർ എങ്കിലും ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് നമ്മുടെ തലയിൽ ഒരു ഡ്രൈനസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് വരാം. പിന്നെ നമുക്ക് സ്ട്രെസ്, നമ്മുടെ ലൈഫിൽ സ്ട്രെസ് ഇല്ലാത്തവരാരുമില്ല, എന്നാൽ പോലും സ്ട്രെസ് ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഡാൻഡ്രഫിൻ്റെ ഒരു റീസണാണ് ഡാൻഡ്രഫ് വരാം. പിന്നെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ടിട്ടാണ് ഡാൻഡ്രഫ് വന്നത്, ആ ഒരു കാരണം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും അറിയാം, എപ്പോഴും നമ്മുടെ സ്കാൽപ്പ്, അതായത് ഡെയിലി തല നനയ്ക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക, നല്ലോണം വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഷാംപൂ യൂസ് ചെയ്യുക, മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ട്രീറ്റ്മെന്റ് പാർട്ടിലേക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ഒരു ഡാൻഡ്രഫ് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഷാംപൂസ് യൂസ് ചെയ്യാം. അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ നമുക്ക് ഷാംപൂസ് തന്നെ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കീറ്റോകോണസോൾ ഷാംപൂ അല്ലെങ്കിൽ സെലീനിയം സൾഫൈറ്റ് യൂസ് ചെയ്യാം. അതായത് ചെറുത് മൈൽഡ് ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണ്, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കേസൊക്കെ തന്നെ യൂസ് ചെയ്യാം. അതും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഷാംപൂസിന് ഇൻ കേസ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, എന്നിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ലോഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ കേസെറ്റ് ലോഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോട്രമസോൾ ലോഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഓവർനൈറ്റ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിനും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മളവിടെ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. ഫ്ലൂക്കിനസോൾ ടാബ്ലറ്റ് എടുക്കാം. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ, അതായത് ഇപ്പം കെമിക്കൽസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാം. ഡാൻഡ്രഫ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഒരു പരിധിവരെ നമുക്ക് ഡാൻഡ്രഫിനെ വന്നു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിൽ വരുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ആദ്യം നമ്മുടെ തലയിലുള്ളത് ഡാൻഡ്രഫ് ആണോ അത് വേറെ എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ് ആണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഡാൻഡ്രഫിനെ നിസ്സാരമായിട്ട് വിടരുത്. സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റിലൂടെ അത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.